ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവസാന വർഷ SD വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് അവരുടെ CUSSP അഥവാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SD വിഭാഗത്തിൽ 2021 വർഷത്തിൽ UG റെഗുലേഷൻ പ്രകാരം അഡ്മിഷൻ നേടിയിട്ടുള്ളവരും റീ അഡ്മിഷൻ അഥവാ അതേപോലെ സ്ട്രീം ചേഞ്ച് എന്നിവ വഴി CBCSS 2021 ബാച്ചിൽ പ്രവേശനം നേടിയിട്ടുള്ളവരും 2024 ഏപ്രിൽ മാസം നടക്കുന്ന 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ BA, BCom, BBA വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സ് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി CUSSP അഥവാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം പ്രകാരം 6 ദിവസത്തെ സാമൂഹിക സേവനം, അത് പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, പിന്നെ 6 ദിവസ സാമൂഹിക സേവനം ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്റർ, ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളായിരിക്കണം. ഇവയിൽ ഏതെങ്കിലും നിർവഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളവയിൽ വെരിഫിക്കേഷന് ശേഷം ചിലത് റിജക്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ കാരണസഹിതം ഇപ്പോൾ നിങ്ങൾക്കവിടെ കാണാവുന്നതാണ്. അത്തരം സർട്ടിഫിക്കറ്റുകൾ മാറ്റി പുതിയ CUSSP സർട്ടിഫിക്കറ്റുകൾ 15/1/2024 വരെ അപ്ലോഡ് ചെയ്യാം. അതോടൊപ്പം മുകളിൽ പറഞ്ഞ ബാച്ചിൽപ്പെട്ട ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തവർക്കും ഇപ്പോൾ ഇതിനുള്ളൊരു അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും ഈ CUSSP സർട്ടിഫിക്കറ്റ് 2021 അഡ്മിഷന് CUSSP സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. 6ാം സെമസ്റ്ററിലേക്കുള്ള റീ അഡ്മിഷൻ സ്ട്രീം ചേഞ്ച് വഴി പ്രവേശനം നേടിയവരും ഈ ലിങ്ക് ഉപയോഗിച്ച് CUSSP സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 2024 എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സ്ട്രീം ചേഞ്ച് ചെയ്തവരൊക്കെ ഉണ്ടാകും, അവരും ഇത് പ്രകാരം ചെയ്യേണ്ടതാണ്. നേരത്തെ റിജക്റ്റ് ചെയ്തവർക്കും CUSSP സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം. അവസാന തീയതിക്കകം അപ്ലോഡ് ചെയ്യാത്തവർക്ക് ഇനിയൊരു മറ്റൊരു അവസരം സപ്ലിമെൻ്ററി പരീക്ഷയുടെ കൂടെ ചാൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ പുറപ്പെടുവിച്ച വിദൂര വിദ്യാഭ്യാസ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചുള്ള മേൽ സൂചന വിജ്ഞാപനത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡിലേ വരും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.